നമസ്തേ. ഇന്ത്യയുമായി പ്രശ്നമില്ല. തുർക്കി ഇന്ത്യയുമായി സൗഹൃദം ആഗ്രഹിക്കുന്നു പോലും. ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാകാൻ ആഗ്രഹിച്ച തുർക്കി പാകിസ്ഥാന്റെ രക്ഷകനായ തുർക്കിക്ക് ബ്രഹ്മോസ് കൊണ്ട് അടി കിട്ടുമെന്നായപ്പോൾ മനം മാറ്റം. ഇന്ത്യയുമായി പ്രശ്നമില്ല എന്ന് ഇപ്പോൾ പറയുന്ന എർദോഗൻ മറന്ന 10 കാര്യങ്ങൾ. നാടൻ ഭാഷയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി അറിയില്ല എന്ന്. ഇന്ന് കുറച്ചു മുൻപ് തുർക്കി വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നു. ഇന്ത്യയുമായി ഞങ്ങൾക്ക് ഒരു ഉഭയകക്ഷി പ്രശ്നവുമില്ല, നല്ല ബന്ധം വേണം പോലും. ഇവൻ ഈ തെമ്മാടി രാജ്യം എർദോഗൻ സർക്കാരിന്റെ രാജ്യങ്ങളോട് ചെയ്തത് എന്താണെന്നറിയാമോ? 2019 സെപ്റ്റംബർ UN ജനറൽ അസംബ്ലിയിൽ എർദോഗൻ കാശ്മീർ വിഷയം ഉന്നയിച്ചു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ മനുഷ്യാവകാശ ലംഘനമെന്ന് വിളിച്ചു. പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിച്ചു. 2020 ഫെബ്രുവരി പാകിസ്ഥാൻ പാർലമെന്റിൽ എർദോഗന്റെ പ്രസംഗം. കാശ്മീരിലെ ജനങ്ങളുടെ വേദന ഞങ്ങളുടെ വേദനയാണ്. തുർക്കി ഒരിക്കലും കാശ്മീരികളെ കൈവിടില്ല. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ നേരിട്ടിടപെട്ടു. 2020-2023 ഫാറ്റ് ഓഫ് യോഗത്തിൽ തുടർച്ചയായി പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് രക്ഷിക്കാൻ തുർക്കി വോട്ട് ചെയ്തു. ഭീകരവാദത്തിന് ഫണ്ട് ചെയ്യുന്ന രാജ്യത്തിന് തുർക്കി കവചമായി. 2023 സെപ്റ്റംബർ G20 ഉച്ചകോടി കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് പോയ ഉടനെ എർദോഗൻ പറഞ്ഞു, IMFിന് പകരം തുർക്കി വഴിയുള്ള റൂട്ട് വേണം. ഇന്ത്യയുടെ $600 ബില്യൺ ഇടനാഴി പദ്ധതി പൊളിക്കാൻ പരസ്യശ്രമം നടത്തി ഈ തെമ്മാടി. 2024-25 പാകിസ്ഥാന് ബെയ്റാക്തർ TB2 അഗ്നി ഡ്രോണുകൾ വിറ്റു. ഡീലിന്റെ മൂല്യം $1.5 ബില്യൺ. 2024-25 പാകിസ്ഥാന് ബെയ്റാക്തർ TB2 അക്കിൻസി ഡ്രോണുകൾ വിറ്റു. ഡീലിന്റെ മൂല്യം $1.5 ബില്യൺ. 2025 മെയ് ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചു. തുർക്കി സൈനിക ഉപദേഷ്ടാക്കൾ ഇസ്ലാമാബാദിൽ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. 2025 മെയ് 1 പഹൽഗാമിൽ 26 ഇന്ത്യക്കാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ദിവസം പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് തുർക്കിയിൽ എർദോഗനൊപ്പം. തുർക്കി ഭീകരാക്രമണത്തെ അപലപിച്ചില്ല. 2025 മെയ് ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകോപനമില്ലാത്ത ആക്രമണം, നിരപരാധികളെ കൊല്ലുന്നു എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടിയെ തള്ളിപ്പറഞ്ഞു. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ശത്രുത മറന്ന് സഹായിക്കാൻ മുൻപന്തിയിലുണ്ടായിരുന്നത് ഇന്ത്യ മാത്രമാണ്. കൂടാതെ കോവിഡ് വാക്സിൻ ഉൾപ്പെടെ നൽകി. എന്നിട്ടും മതത്തിന്റെ പേരിൽ പാകിസ്ഥാനെ കൂട്ടുപിടിക്കുകയും ഹിന്ദുവായ ഇന്ത്യയെ കാഫിർ എന്ന് വിളിക്കുകയും ചെയ്തു. തുടർന്ന് 2025 തുർക്കി നാഷണൽ ഡേ ആഘോഷത്തിന് ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളെ അയച്ചില്ല. നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകർന്നു. എന്നിട്ട് ഇന്ത്യ തുർക്കിക്കിട്ട് പണിയാനുള്ള ആലോചന. 1974 മുതൽ വടക്കൻ സൈപ്രസ് തുർക്കി സൈന്യം കൈവശം വെച്ചിരിക്കുന്നു. 40,000 തുർക്കി സൈനികൾ ഇപ്പോഴും അവിടെ. UN പ്രമേയങ്ങൾ ലംഘിച്ചുള്ള അധിനിവേശം. പിന്നെ പണി അങ്ങ് തുടങ്ങി. ബ്രഹ്മോസ് സൈപ്രസ് എർദോഗന്റെ പേടി സ്വപ്നം. 2025 മെയ് 20-23 സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് ഡൽഹിയിൽ ചർച്ച. ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ, സ്കൈ സ്ട്രൈക്കർ, കാമിക്കേസ് ഡ്രോൺ വാങ്ങൽ. ബ്രഹ്മോസ് കണക്ക് റേഞ്ച് 290 മുതൽ 800 കിലോമീറ്റർ വേഗത, മാർച്ച് 2.8. തുർക്കിയുടെ അന്താലിയ, മെർസിൻ തുറമുഖങ്ങൾ സൈപ്രസിൽ നിന്ന് ബ്രഹ്മോസിന്റെ റേഞ്ചിൽ. മെഡിറ്ററേനിയനിൽ ആദ്യമായി ഇന്ത്യൻ നിർമ്മിത മിസൈൽ വിന്യസിച്ചാൽ തുർക്കിയുടെ സൈനിക മേധാവിത്വം തകരും. നാറ്റോയിലെ 2ാമത്തെ വലിയ സൈന്യമായ തുർക്കിക്ക് ഇത് വലിയ തിരിച്ചടി. തുർക്കി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആഭ്യന്തര റിപ്പോർട്ട്, സൈപ്രസിൽ ബ്രഹ്മോസ് വന്നാൽ കിഴക്കൻ മെഡിറ്ററേനിയനിലെ അധികാര സന്തുലത ഇന്ത്യക്ക് അനുകൂലമാകും. അപ്പോൾ ഫിദാൻ ഇപ്പോൾ പറയുന്നത്, പാകിസ്ഥാനുമായി ബന്ധമുള്ളത് ഞങ്ങൾ മാത്രമല്ല, ഇന്ത്യ അസ്വസ്ഥരാകരുത്, നമുക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് 3 ചോദ്യങ്ങൾ മാത്രം. 1, 6 വർഷം UNൽ ഇന്ത്യക്കെതിരെ കാശ്മീർ പറഞ്ഞത് ഉഭയകക്ഷി പ്രശ്നമല്ലെങ്കിൽ പിന്നെ എന്താണ്? 2, ഇന്ത്യൻ സൈനികരെ കൊല്ലാൻ പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തത് സൗഹൃദമാണോ? 3, ബ്രഹ്മോസ് സൈപ്രസിൽ എത്തുമെന്നായപ്പോൾ മാത്രം നല്ല ബന്ധം ഓർമ്മ വന്നത് എന്തുകൊണ്ട്? ചുരുക്കത്തിൽ ഇത് നയതന്ത്രമല്ല, ഭയമാണ്. ഇത് സൗഹൃദമല്ല, ബ്രഹ്മോസ് എഫക്റ്റ് ആണ്. പാകിസ്ഥാൻ കൂടെ നിന്നപ്പോൾ ഇല്ലാതിരുന്ന ഉഭയകക്ഷി പ്രശ്നം സൈപ്രസിന്റെ കൂടെ ഇന്ത്യ നിന്നപ്പോൾ എർദോഗന് മനസ്സിലായി. ഇതാണ് പുതിയ ഇന്ത്യ, ഇതാണ് ആത്മനിർഭർ ഭാരതത്തിന്റെ ശക്തി. ചൊറിയാൻ വന്നാൽ വീട്ടിൽ കയറി അടിക്കും. കാരണം ഭാരതം ഭരിക്കുന്നത് ഭാരതത്തിന്റെ മണ്ണിന്റെ മണമുള്ള പ്രധാന സേവകനാണ് മോദി എന്ന സേവകൻ.